മഴ തോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡെയിലി അപ്കമിംഗ് പ്രോമോ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗോവർദ്ധനൻ വരുന്നുണ്ട് ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട്. ബാലേന്ദ്രൻ ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് ഗോവർദ്ധനൻ അരികിലെത്തുന്നത്. ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് ഗോവർദ്ധനനെ ബാലേന്ദ്രൻ വിളിച്ചു വരുത്തിയത്. മറ്റെങ്ങോട്ടുമല്ല, ഒന്ന് നീലഗിരിക്ക് തന്നെയാണ്. ഗംഗാധര മേനോനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ പോകുന്നത്. അന്ന് ഇതുപോലൊരു പോക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ നീലഗിരിക്ക്. അലീന വൈജയുടെ മകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞ സമയത്ത് അവിടെ നിന്നിട്ടായിരുന്നു നമ്മുടെ ബാലേന്ദ്രന് സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് തന്നെ ശിവേട്ടന്റെ അടുത്തോ അതുപോലെ തന്നെ രാജീവിന്റെ അടുത്തോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഗംഗേട്ടന്റെ അടുത്ത് പോയിട്ട് വൈജയന്തിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാലേന്ദ്രൻ പോകുന്നത്. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തന്നെ വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം എല്ലാവരുടെ ബാലേന്ദ്രൻ തുറന്ന് പറയും എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അത് മാത്രമല്ല മറ്റൊരിടത്തേക്കും കൂടി പോകാനും പോകുന്നുണ്ട്. അലീന അവിടുന്ന് പോകും എന്നുള്ള കാര്യം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അലീന അങ്ങ് പോവുക എന്ന് പറയുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അവളെ സേഫ് ആയിട്ട് ഒരിടത്ത് എത്തിക്കണം. അല്ലാതെ അവൾ അവളുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ എന്ന് ബാലേന്ദ്രൻ ഒരിക്കലും വിചാരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം സ്വന്തം മകളെ പോലെയാണ് അലീനയെ താൻ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ അവളെ സേഫ് ആയിട്ട് ഇടത്തേക്ക് എത്തിക്കണം എന്നുള്ളത് ബാലേന്ദ്രന്റെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ അത്. പക്ഷേ തങ്ങള് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്ന കാര്യത്തെ കുറിച്ചിട്ട് ആരുടെ തൽക്കാലം ഇവിടെ പറയണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. മക്കൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമല്ലോ. എന്തിനാണ് ഗംഗേട്ടനെ അവിടെ പോയിട്ട് കാണുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ ഒരു പക്ഷേ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുമാത്രമല്ല അലീന പോകാതിരിക്കാനും വൈജയന്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനും ഗംഗേട്ടന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ബാലേന്ദ്രൻ നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ആ ഉദ്ദേശം കൂടി ഉണ്ടാകും പോകുന്ന പോക്കിന് കേട്ടോ. ബാലേന്ദ്രൻ റെഡി ആയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധന്റെ അടുത്ത് പുറത്ത് ഹാളിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഗോവർദ്ധന്റെ ഹാളിൽ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിൽ പതിവ് പോലെ തന്നെ ചായ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. വന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ചിട്ട് അലീന ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഗോവർദ്ധനൻ പറയുന്നുണ്ട്. ഇത്തവണ എന്തായാലും തമാശയൊന്നുമില്ല, മൊത്തം സീരിയസ് ആണ് എന്നുള്ള കാര്യം ഗോവർദ്ധനൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ തനിക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും ഈ യാത്ര തനിക്ക് വേണ്ടിയിട്ടാണ് എന്ന്. എന്തായാലും അലീന പോവാണല്ലോ, അലീനയെ സേഫ് ആയിട്ട് ഒരിടത്ത് എത്തിക്കുക എന്നുള്ളത് ബാലേന്ദ്രൻ ചെയ്യും എന്നുള്ള ഉറപ്പ് അലീനയ്ക്കുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇത് എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കൂടി ബാലേന്ദ്രനും അതുപോലെ അലീനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിനിടയിൽ നമ്മുടെ ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ പറഞ്ഞൊരു കഥ മാത്രമായിരുന്നു അല്ലേ? ബാലേട്ടൻ അലീനയുടെ അച്ഛനാണെന്ന് ചുമ്മാ കള്ളം പറഞ്ഞതായിരുന്നു അല്ലേ അലീനയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ആദ്യം വിചാരിച്ചു ശരിക്കും സത്യമാണെന്ന്. നിങ്ങൾ രണ്ടുപേരും അച്ഛനും മകളുമായിട്ട് ജീവിക്കുന്നത് കാണാനും ഒരു രസം ഉണ്ടായിരുന്നു. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് അലീന ഇതുവരെ ചെയ്യുകയും ചെയ്തു. ബാലേട്ടന്റെ മകളായതുകൊണ്ടാണ് അലീന ഇത്രയും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് മക്കളുടെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ നന്നായിട്ട് നോക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അലീനയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ പറഞ്ഞ ഒരു വെറും കഥയാണെന്നുള്ള കാര്യം ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞതെന്ന് പറയുകയാണേ. അത് അങ്കിളെ, ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛൻ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാവാൻ വേണ്ടി പാടില്ല. അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുമ്പിലും തെറ്റുകാരനല്ല എന്നുള്ള രീതിയിൽ നട്ടല് നിവർത്തി അച്ഛൻ നിൽക്കുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടിയും കൂടിയാണ് ഇവിടെ മക്കളെടുത്തും ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയുവാണേ. അവർക്കും അവരുടെ അച്ഛനോടുള്ള സ്നേഹം കൂടത്തേ ഉള്ളൂ. തന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്ന സമയത്തെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് തന്നെ ബാലേന്ദ്രൻ അവിടെ നിന്ന് റെഡിയായിട്ട് ഇറങ്ങി വരുവാണ്. കൂടുതലായിട്ട് പ്രത്യേകിച്ച് അവരുടെ അടുത്തൊന്നും പറയുന്നില്ല. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ യാത്ര പോകുന്നു എന്നുള്ള കാര്യം മാത്രമാണ് മക്കളെടുത്ത് പറയുന്നത്. മക്കളാണെന്നുണ്ടെങ്കിൽ അച്ഛനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് യാത്ര അയക്കുന്നത്. പക്ഷേ ആ യാത്രയുടെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നും വൈജയന്തിയുടെ മകളാണ് താനെന്നുള്ള സത്യം താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പോകുകയാണെന്നുള്ള കാര്യം ഒരു പക്ഷേ ഗംഗേട്ടന്റെ അടുത്ത് പറയാനും കൂടി ആയിരിക്കും പോയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. ആ പോക്ക് കാണുമ്പോൾ ശരിക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ തോന്നുന്നത്. മക്കളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അച്ഛനെ യാത്ര അയക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലീന ബാലേന്ദ്രൻ പോയി കഴിഞ്ഞതിന് ശേഷം മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു യാത്ര പോയ കാര്യങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് മനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള കാര്യമാണല്ലോ ഗോവർദ്ധനന്റെ അടുത്ത് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റാരടുത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ കാര്യങ്ങളെല്ലാം അലീനയ്ക്ക് അറിയാം. അതും അച്ഛൻ പറയാതെ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യം. ഞാനിവിടുന്ന് ഇറങ്ങി പോകുന്ന ആ നിമിഷം തന്നെ മാഡം
തന്റെ ആരാണെന്നുള്ള സത്യം എല്ലാവരുടെ വിളിച്ചു പറയും എന്നുള്ള കാര്യമാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോവാതിരുന്നൂടെ എന്നുള്ള കാര്യം മനു ചോദിക്കുന്നുണ്ടേ. പക്ഷെ മാഡം, ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ. അതിന് ഞാൻ പോകുകയല്ലാതെ മറ്റെന്താണ് വഴിയുള്ളത്? ഞാനിപ്പോ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലുള്ളത്. ഞാനിവിടുന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ മാഡം തിരിച്ചു വരില്ല. ഞാനിവിടുന്ന് പോയ ഉടനെ തന്നെ അച്ഛൻ സത്യങ്ങളെല്ലാം പറയും. അതോടുകൂടിയിട്ട് ഈ കുടുംബം വീണ്ടും ശിഥിലമായി പോകും എന്നുള്ളൊരു ഭയത്തിലൊക്കെയാണ് നമ്മുടെ അലീന ഉള്ളത്. എന്തായാലും അവസാന മാർഗം എന്നുള്ള രീതിയിൽ മനു ഒന്ന് വൈദ്യരെടുത്ത് സംസാരിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ കമലയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കമല കിച്ചണൊക്കെ പൂട്ടിയിട്ട അവസ്ഥയാണ്. ഫുഡൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. എങ്ങനെയും വൈദ്യയെ അവിടെ നിന്ന് തുരത്തുന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ കമല ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ മനു സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് വീണ്ടും തിരികെ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ട് ആന്റിക്ക് ഒന്നുകൂടി ചിന്തിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട ബാലേന്ദ്രനും താനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എനിക്ക് ബാലേന്ദ്രന്റെ വീട്ടിൽ ഒരു സൗജന്യം വേണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. കാരണം അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഫുഡെല്ലാം ടേബിളുമിൽ ഉണ്ടാവുമല്ലോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ പുകഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് തനിക്ക് അവിടുത്തെ ഔദാര്യം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കാണ് കേട്ടോ മനുവിനെ ചെയ്യുന്നത്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം ബാലേന്ദ്രൻ എന്തായാലും ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അവിടെ മക്കള് 3 പേരുണ്ടല്ലോ, അവരെ ഉപേക്ഷിച്ചോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട വൈജിയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയണേ, അവരെ ഞാനല്ല ഉപേക്ഷിച്ചത്, അവര് എന്നെ ഉപേക്ഷിച്ചു. അവർക്കിപ്പോ എന്നെ വേണ്ട, അവർക്കൊരു രണ്ടാനമ്മയുണ്ട് അലീന, അവരെ മതി എന്ന് പറയാണ് കേട്ടോ. സ്വന്തം മകളെയും അതുപോലെ ഭർത്താവിനെയും കുറിച്ചിട്ടാണ് മോശപ്പെട്ട രീതിയിൽ പറയുന്നതും സംസാരിക്കുന്നതും ഒന്നും അറിയാതെ അത്രയും തരം താഴ്ന്ന രീതിയിലൊക്കെയാണ് വൈജയന്തി സംസാരിക്കുന്നത്. സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് വൈജയന്തിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതോടുകൂടിയിട്ട് വൈജയന്തിയുടെ അഹങ്കാരം എന്തായാലും അവസാനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാലേന്ദ്രൻ വീട്ടിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ബാലേന്ദ്രൻ പോകുന്നത്. അന്നേ ദിവസം എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ പാവം വൈജയന്തി കമല ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ കഴിക്കാനൊന്നുമില്ലാതെ ടേബിളിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയെന്നല്ലാതെ സ്വയം ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. അല്ലാതെ അവിടെ ഒരു പച്ച വെള്ളം പോലും കമല വൈജയന്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. എന്തായാലും വൈജയന്തിയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് കമല ശ്രമിക്കുന്നുണ്ട്. അത് നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാം. അലീന പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഗംഗേട്ടന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഗേട്ടൻ എന്തായാലും വൈജയന്തിയെ തൂക്കിയെടുത്ത് നേരെ ബാലേന്ദ്രന്റെ വീട്ടിൽ കൊണ്ടിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അലീന ഇറങ്ങുന്ന ആ ഒരു നിമിഷം തന്റെ പെങ്ങള് പിഴച്ചുണ്ടാക്കിയ സന്തതിയാണ് അലീന എന്നുള്ള സത്യം ബാലേന്ദ്രൻ വിളിച്ചു പോവും. അതോടുകൂടിയിട്ട് അവരുടെ കുടുംബത്തിന്റെ മാനവും പോവും, വൈജയന്തിന്റെ കഥയും കഴിയും, എല്ലാം അവസാനിക്കും. ഇനിയിപ്പോ ഗംഗേട്ടന് മാത്രമായിരിക്കും വൈജയന്തിയെ തിരിച്ച് ബാലേന്ദ്രന്റെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതോട് കൂടിയിട്ട് കഥ കഴിയും. എന്തൊക്കെയാ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നും എന്തൊക്കെയാ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യമൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. താങ്ക്